നമസ്കാരം. നാണമുണ്ടോ രാഹുൽ ഗാന്ധി എന്ന് ഫട്നാവിസ് 1000 ആവർത്തി എടുത്തെടുത്ത് ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധിയോട്. നാണമുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ? അതായത് ഫട്നാവിസ് പറയുന്നതേ ഉള്ളൂ, ആത്മവിമർശനം നടത്തുക എന്നുള്ളത്. ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഫട്നാവിസിൻ്റെ വാക്കുകളിൽ നിന്ന് അത് മാത്രമേ നമുക്ക് അടർത്തിയെടുത്ത് പറയാൻ പറ്റുകയുള്ളൂ. അദ്ദേഹം പറയുന്നത് ഒരുപാട് ഈ പറയുന്ന പ്രമുഖരായ വ്യക്തികളെ സൃഷ്ടിച്ച മഹാരാഷ്ട്ര പോലെയുള്ള ഒരു നാടിനെ അധിക്ഷേപിക്കലല്ലേ സത്യത്തിൽ രാഹുൽ ഗാന്ധി ചെയ്തത് എന്നാണ് ചോദ്യം. ഹിമാചൽ പ്രദേശിലെ ജനസംഖ്യയുടെ അത്രയും വരുന്ന ഏകദേശം 70 ലക്ഷത്തോളം ആളുകളെ അധികമായി വോട്ടർ പട്ടികയിലേക്ക് ചേർത്തു അത്രേ. അവരെ കൊണ്ട് അധികമായി 70 ലക്ഷം വോട്ടുകൾ BJP ചെയ്യിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ആക്ഷേപം. ഇതിനെതിരെയാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഈ രീതിയിലുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. നാണമുണ്ടോ എന്ന് തന്നെ ചോദിക്കുന്ന തരത്തിൽ ഈ രീതിയിലൊരു അപഖ്യാതി അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പറച്ചിൽ പറഞ്ഞു കിടക്കാൻ അദ്ദേഹം ചോദിക്കുന്നത്, ശിവജിയെയും അംബേദ്കറെയും വീർ സവർക്കറെയും അവരെല്ലാവരും പിറന്ന നാടിനെയാണ് നിങ്ങൾ അപമാനപ്പെടുത്തുന്നത്. ഇങ്ങനെ ഓരോ നാടിനെയും അപമാനപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തികളുമായി നിങ്ങൾ മുന്നോട്ട് പോകാതെ നിങ്ങൾ ആത്മവിമർശനം നടത്തുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സത്യമാണ്, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി. അന്ന് എല്ലാവരും ചിന്തിച്ചെന്താണ്, ഇവിടെ BJPയെ പോലെ ഒരു ഭരണത്തെ അല്ലെങ്കിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാത ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി ഇവിടെ ചവിട്ടിക്കേറി പാർലമെന്റിലെത്തും. ആ ഒരൊറ്റ വിശ്വാസത്തിന്റെ പുറത്താണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് ഇന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത്. അല്ല, രാഹുൽ ഗാന്ധിയുടെ വലിയ കഴിവ് കൊണ്ടൊന്നുമല്ല. രാഹുൽ ഗാന്ധി ഈ നാട്ടിൽ വരുത്തി വെച്ച വികസന പ്രവർത്തനങ്ങളെ ചിന്തിച്ചിട്ടുമല്ല. ഇവിടെ കേരളത്തിൽ വന്നിരുന്നുകൊണ്ട് ഉത്തരേന്ത്യക്കാരെ ഭയന്നിട്ട് ഈ ലീഗിന്റെ കൊടി മറച്ചു പിടിച്ചത് കൊണ്ടുമല്ല. ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ശക്തരായ പാർട്ടി നേതാക്കളുടെ സാന്നിധ്യം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് പിന്നീട് ആ നേട്ടത്തെ പിന്തുടർന്നു പോകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയാതെ പോയത് എന്നുള്ള ഒരു ആത്മവിമർശനാത്മകമായ ഒരു ചോദ്യമാണുള്ളത്. നമുക്കറിയാവുന്ന പോലെ ജമ്മു കാശ്മീരിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ജമ്മു കാശ്മീരിൽ എത്രത്തോളം സീറ്റാണ് നേടാൻ കഴിഞ്ഞതെന്നറിയാം. ഹരിയാന കിട്ടുമെന്ന് 100% ഉറപ്പുണ്ടായിരുന്ന ഒരു സംസ്ഥാനം കൊണ്ട് കളഞ്ഞു കുളിച്ചത് ആരുടെ കയ്യിലിരിപ്പുകൊണ്ടാണ്? അതും കോൺഗ്രസിന്റെ കയ്യിലിരിപ്പുകൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. അഖിലേഷ് യാദവും മമതാ ബാനർജിയും അടക്കമുള്ളവർ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ തള്ളിപ്പറയുന്നത്? നന്മ നിറഞ്ഞ കോൺഗ്രസ് ആയതുകൊണ്ടാണോ? അല്ലെങ്കിൽ മമതാ ബാനർജിക്കോ അഖിലേഷ് യാദവിനോ ഒക്കെ രാജ്യത്തിന്റെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയും സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ തന്നെയും കഴിവുകേടുകൾ കൊണ്ടാണ് കോൺഗ്രസിന്റെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് അവരെല്ലാവരും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെയും ഇന്ത്യ മുന്നണിയെയും തള്ളിക്കളയുന്നത് എന്ന് നമുക്ക് പരമാർത്ഥമായി തന്നെ പറയേണ്ടി വരും. എന്നിട്ട് ഇപ്പോൾ പറയുന്നു 70 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ അവിടെ അധികം ചേർത്തിരിക്കുന്നു വോട്ടർ പട്ടികയിൽ. ആര്? ഈ പറയുന്ന മഹായുതി സർക്കാർ അല്ലെ, മഹായുതി ചേർത്തിരിക്കുന്നു, NDA. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഉത്തരവാദിത്തപ്പെട്ട അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം അന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി അന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു വാക്യം പോലും പറയാതിരുന്നത്? എന്നിട്ട് ഇടക്കാലത്ത് പറഞ്ഞു വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ പറയുന്നു ഈ രീതിയിൽ 70 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരെ അവിടെ അധികമായി ചേർത്തിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് മനസ്സിലാകാത്തത്. എന്തുകൊണ്ടാണ് അന്ന് ഇത് സംബന്ധിച്ച് ഒരു ആക്ഷേപം രാഹുൽ ഗാന്ധി ഉന്നയിക്കാതിരുന്നത്? അത് നവംബറിൽ കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പ്. ഇത്രയും കാലം അങ്ങനെ ഒരു ആരോപണം രാഹുൽ ഗാന്ധിക്കില്ലായിരുന്നു. ഇപ്പൊ വീണ്ടും ആ ഒരു ആരോപണത്തിലേക്ക് വരുന്നു. എല്ലാം ഒലിച്ചു പോവുകയാണ് രാഹുൽ ഗാന്ധി, നിങ്ങളുടെ കാൽച്ചുവട്ടിൽ നിന്ന് എല്ലാ മണ്ണും ഒലിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് ഇനി ഒരു ഭരണം സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത്. കോൺഗ്രസ് ആ രീതിയിൽ ഗതികെട്ട് പോയി. ഇനി എന്തൊക്കെ ഭോഷ് വിളിച്ചു പറഞ്ഞിരുന്നാലും ശരി, നിങ്ങൾ പലരെയും തെറ്റിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന നേതൃത്വം, കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഓരോ സംസ്ഥാനത്തുള്ള നേതൃത്വം, PCCകളിൽ ഈ പറയുന്ന ഒരു വിഘടനം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഇവരെയൊക്കെ, ഈ നേതാക്കന്മാർ ജനിച്ച നാടിനെ അപമാനിക്കുന്നതിന് പകരം ഒരു ആത്മവിമർശനം നടത്തുക എന്നുള്ളത്. അവിടെ എന്ത് കുടിലത വേണേലും BJP കാണിക്കും എന്നുള്ള ഒരു മുൻവിധി BJPക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവണമായിരുന്നു, ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവണമായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ പേരിൽ ലോക്സഭാ സീറ്റുകൾ പരമാവധി പിടിച്ചിട്ട് ഏറ്റവും അവസാനം ഇന്ത്യ മുന്നണിയിലുള്ള യാതൊരു മര്യാദകളും പാലിക്കാതെ തോന്നിയപടി ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിവെച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി വളരെ വേഗത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഒരു കാരണവശാലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആള് ജയിക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ കേരളത്തിൽ വരേണ്ടി വരും. കേരളത്തിലെ വയനാട്ടിൽ വീണ്ടും മത്സരിക്കേണ്ടി വരും രാഹുൽ ഗാന്ധി.
എങ്കിൽ മാത്രമേ രാഹുൽ ഗാന്ധിക്കെങ്കിലും ഒരു സീറ്റ്. ഇനി റായ്ബറേലിയോ നോക്കുക വേണ്ട, റായ്ബറേലിയോ അമേഠിയോ ഒന്നും ഇനി രാഹുൽ ഗാന്ധി ചിന്തിക്കുകയേ വേണ്ട. അതൊന്നും ഇനി കൈ വരാൻ പോകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് വോട്ട് പിടിക്കുകയും ജയിക്കുകയും ചെയ്തതിന് ശേഷം ഒടുവിൽ ഈ പറയുന്ന എല്ലാവരെയും മുഖമടച്ച് ആക്ഷേപിക്കുന്ന ഒരു നീക്കമല്ലേ നടത്തിയത്. ആം ആദ്മി പാർട്ടിക്കെതിരായി എന്തൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഡൽഹിയിൽ ഈ സത്യത്തിൽ കോൺഗ്രസിൻ്റെ ശത്രു ആരാണ്? BJP ആണോ ആം ആദ്മി പാർട്ടിയാണോ? ഇത്രയും കാലം കൂടെ നിന്ന് ഒരുമിച്ച് നിന്ന് ലോക്സഭയിൽ എത്തി പ്രതിപക്ഷ നേതാവായതിനു ശേഷം പിന്നീട് ആ പാർട്ടിയെ കണ്ടുകൂടാ. ഇതാണ് നയം. ഇപ്പം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി, ഹരിയാനയും തുടങ്ങിയ പ്രശ്നമാണിത്. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് ഡൽഹിയിലേക്ക് വരുന്നു. ഡൽഹിയിലേക്ക് വന്നിട്ട് അവിടെ അദ്ദേഹം അവിടുത്തെ ഡൽഹി ജൽ ബോർഡ് നടത്തിയ പഠനത്തിൽ അതിനകത്ത് അമോണിയയുടെ അംശം കണ്ടെത്തി എന്ന് പറഞ്ഞു. അവസാനമായി ഏകദേശം 10% 10 മില്ലിഗ്രാമോളം അമോണിയയുടെ കണ്ടന്റ് യമുന നദിയിലെ വെള്ളത്തിനുള്ളിൽ 1 ലിറ്റർ വെള്ളത്തിനുള്ളിൽ കണ്ടെത്തി എന്ന് ഡൽഹി ജൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയതാണ്. എന്നിട്ടും പറയുകയാണ്, എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറയുന്നത് എന്താണ്? അവിടെ ഇത് നിങ്ങൾ വെള്ളം കുടിക്കൂ എന്ന് നമുക്ക് ഒരുമിച്ച് ആശുപത്രിയിൽ പോകാമെന്ന് അരവിന്ദ് കെജ്രിവാളിനോട് പറയുന്നു. അക്ഷരാർത്ഥത്തിൽ ആരാണ് ആ അമോണിയ കലക്കിയതെന്ന് ആലോചിച്ച് നോക്കൂ. അത് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട്. യമുന നദി ഹരിയാനയിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ സൈനി സർക്കാർ അതിനകത്ത് അമോണിയ കലർന്ന കലക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഡൽഹിയിൽ ഉപയോഗിക്കാൻ 40% കുടിവെള്ളവും വരുന്നത് അവരെ ആശ്രയിക്കുന്നത് ഈ പറഞ്ഞ യമുന നദിയിൽ നിന്നാണ്. അപ്പോൾ ഡൽഹിയിലെ സംബന്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് BJPയോട് എതിരിടാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിച്ചേരുന്നു. അവരോട് സാഷ്ടാംഗം മാപ്പിരന്ന് കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി. എന്നിട്ട് ഏറ്റവും അവസാനം പൊതുശത്രുവായി ആം ആദ്മി പാർട്ടിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള നിലപാടുകളാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ഈ നിലപാടുകൾ ഉള്ളത് കൊണ്ടാണ്, ഈ രീതിയിലെ വെറും തരംതാണ നിലപാടുകൾ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന പ്രതിസന്ധികൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫഡ്നാവിസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആത്മവിമർശനം നടത്തുക, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയത് എവിടെയും നിങ്ങൾ സ്വയം കണ്ടെത്തുക, മുന്നണി ബന്ധത്തിലാണെങ്കിൽ ആ മുന്നണി ബന്ധത്തിൽ എന്തുകൊണ്ട് വിള്ളലുകൾ ഉണ്ടായി എന്നുള്ളത് തിരിച്ചറിയുക, ആ വിള്ളലുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മറികടക്കാനുള്ള മാർഗങ്ങൾ ആവിഷ്കരിക്കുക. എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പേ വീണ് പോയിട്ട് മഹായുതി പിടിച്ചു കയറിയ എന്താ? അവർ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുകയാണ് ചെയ്തത്. അതുവരെ ഉണ്ടായിരുന്ന തെറ്റ് ചെയ്തിരുന്ന RSSനെ പോലും സ്വന്തം നിലയിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ വോട്ട് ബാങ്കിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മഹായുതിയുടെ ഏറ്റവും വലിയ വിജയം. ഇങ്ങനെ 70 ലക്ഷത്തോളം വരുന്ന വ്യാജ വോട്ടുകൾ അല്ലെങ്കിൽ വോട്ടുകൾ ചേർത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് പ്രതികരിക്കാതിരുന്നത് എന്നുള്ളൊരു മറുചോദ്യം കൂടി അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറ്റപ്പെടുത്തലുകളല്ല ഇവിടെ വേണ്ടത്, ആത്മവിമർശനമാണ് വേണ്ടത്. കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞല്ലോ, അന്ന് രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു, രമേശ് ചെന്നിത്തലയും KC വേണുഗോപാൽ ഒക്കെ പറഞ്ഞതാണ് അന്ന് അവിടെ എവിടെയാണ് EVMൽ അട്ടിമറി നടന്നുവെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരാതിയുമായി പോയിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ. അതുകൊണ്ട് ഫഡ്നാവിസ് പറഞ്ഞ പോലെ കോൺഗ്രസ് പാർട്ടി കാര്യക്ഷമമായി തന്നെ ആത്മവിമർശനം നടത്തേണ്ടത് അനിവാര്യമായൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്.